പറഞ്ഞ MMA ഫൈറ്റർ അദ്ദേഹം വരുന്ന സമയത്ത് ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഈ സ്പൈനൽ കോഡ് ആരംഭിക്കുന്ന നട്ടൽ ആരംഭിക്കുന്നിടത്ത് ഇതുപോലൊരു മുഴ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിരുന്നു. ഫോട്ടോയിൽ കാണിച്ചു തരും. ഏറ്റവും നല്ല മാറ്റമുണ്ട്. വെയിറ്റും കുറഞ്ഞു, നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി ഒരു സ്റ്റെപ്പ് നടന്നാൽ കുഴഞ്ഞു വീഴുന്ന ആ വ്യക്തിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു ചേഞ്ച് ഉണ്ടായി. ഇന്ന് അദ്ദേഹം സ്വന്തമായിട്ട് വാഹനം ഓടിച്ച് വരുന്നു. അദ്ദേഹം ഈ വരുന്ന 10-ാം തീയതിക്കകത്ത് തിരിച്ച് ബഹ്റിനിലേക്ക് അദ്ദേഹം ജോലിക്ക് പോകാനും ഒരുങ്ങുന്നു. അപ്പൊ കാര്യത്തിൽ നമ്മൾ പ്രത്യേക ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കുന്നു. അക്യുപഞ്ചർ വഴി പ്രമേഹം 300-400 നിൽക്കുന്ന ആൾക്കാരെ പ്രമേഹം കുറച്ചു കൊണ്ടുവരികയും അതുവഴി അത് കഴിഞ്ഞൊരു ആത്മാക്കളെ അനുഗ്രഹിക്കും. ഗൈസ്, ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് മൊബൈൽ നമ്മൾ എപ്പോഴും ലാപ്ടോപ്പ്, ഇന്ന് അതിലും വ്യത്യസ്തമായി നമ്മൾ വേറൊരു സംഭവമായിട്ട് പോവുകയാണ്. തടവലും ഒഴിച്ചലും. ഇത് നമ്മുടെ ശരീരത്തിന് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടി നമ്മൾ ഈ തടവലും ഒഴിച്ചലൊക്കെ പോകും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നമ്മള് ആത്മകളരിയിലേക്കാണ് പോകുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ആത്മാക്കളെ ഒന്ന് അനുഗ്രഹിക്കണം. ഇത് ആത്മകളരിയാണ്. ഇതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞൂടാ. വരുന്ന ഈ നമ്മളെ ഈ കാണിച്ചു തരാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ തൊട്ട് അപ്പുറത്താണ്, അപ്പൊ അടുത്തുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ ഈ സ്ഥാപനത്തിൽ വരുന്ന ആൾക്കാരൊക്കെ നല്ല അഭിപ്രായങ്ങൾ നമ്മളെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് അവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ നല്ല അഭിപ്രായം പറയുമ്പോൾ നമ്മൾ നിങ്ങളെ അറിയിക്കണ്ടേ, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്, നിങ്ങളെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ശരീരമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റാൻ പറ്റിയ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കണ്ടേ. അപ്പൊ അങ്ങനെ ഇപ്പൊ ആ ഷോപ്പിലേക്കാണ് പോകുന്നത്, സ്ഥാപനത്തിലേക്കാണ്. ആത്മകളരി ആ സ്ഥാപനത്തിലേക്കാണ് പോകുന്നത്. വേറൊന്നുമല്ല, നമ്മളെ ഭീമാവളിയുടെ സെക്കൻഡ് ഗേറ്റ് തന്നെയാണ്, അതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ സ്ഥാപനം ഇരിക്കുന്നത്, ആത്മകളരി എന്ന് പറയുന്ന സ്ഥാപനം. നമ്മൾ മുമ്പ് ഇതിന്റെ വീഡിയോ ചെയ്തിന്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് നേരെ ഇതിന്റെ കാര്യപരിപാടിയിലേക്ക്. എന്താണ് ഈ ആത്മകളരി, അവരെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ട്രീറ്റ്മെന്റ്, കണ്ടുപോകാം. ഇദ്ദേഹത്തിന്റെ രോഗം എന്നുദ്ദേശിച്ചതില് ഈ നട്ടലിന് ഇവിടുന്ന് ഒരു ആക്സിഡന്റ് പറ്റിയതിനു ശേഷം നട്ടല് പുറത്തേക്ക് തള്ളി വന്നിട്ട് ആ തള്ളലിന്റെ കാരണത്താൽ എന്ത് ചെയ്തിരിക്കുന്നു, ശരീരം ഫുള്ള് നീരാവുകയും കാലിലോട്ട് നീര് വരികയും ചെയ്തു. അതേപോലെ തന്നെ ഇദ്ദേഹം യാത്ര ചെയ്താലും ഒരു 5-10 മിനിറ്റ് ബൈക്ക് യാത്രയെ സ്ട്രെയിനായി എടുക്കുമ്പോഴേക്ക് തന്നെ തലകറക്കം വരുന്ന ഒരു പ്രതിസന്ധിയായിട്ടാണ് എൻ്റെ അടുത്ത് എത്തുന്നത്. വേറെയും പല സ്ഥലങ്ങളിൽ ഇദ്ദേഹം പോയിട്ടാണ് വരുന്നത്. ഹോസ്പിറ്റലിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് എത്തുക. എത്തിയപ്പോൾ തന്നെ ഞാനിത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. കാര്യം ഇദ്ദേഹത്തിന് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ ശരീരത്തിലേക്ക് തളർച്ച വരുന്ന പ്രശ്നമാണ്. കാര്യം കഴുത്തിൻ്റെ അവിടുന്ന് വഴിയിലേക്ക് പോകുന്ന സ്പൈനിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യും, തളർച്ചയുടെ അവസ്ഥയിലേക്ക് മാറും, പാരാലിസിസിന്റെ അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ഇദ്ദേഹം അത്യാവശ്യം നല്ല എക്സസൈസ് ചെയ്യുകയും അതേപോലെ തന്നെ MMA അതേപോലെ മാർഷൽ ആർട്സ് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വെയിറ്റ് തന്നെ 112 കിലോളം വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 114 കിലോ വെയിറ്റ് ആണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വെയിറ്റ് തന്നെ എന്ത് ചെയ്തു, ആദ്യം തന്നെ വെയിറ്റിന് ഈ ശരീരത്തിലെ അഴുക്കും നീരും ഉള്ള ഇതൊക്കെ പോയപ്പോൾ തന്നെ 10 കിലോളം വെയിറ്റ് പുള്ളിക്ക് കുറഞ്ഞു. അത് നീരായിരുന്നു, ശരീരത്തിൽ വേണ്ടാത്ത നീര് ഒക്കെയാണ് കിടന്നത്. ജോയിന്റുകളിലും ശരീരത്തിന്റെ കൈകളിലെ എല്ലാം നീരിന്റെ ഇതാണോ ഉണ്ടായിരുന്നത്. ആ നീര് നമ്മൾ ഈ ട്രീറ്റ്മെന്റും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ ഉള്ളിലേക്ക് പുള്ളിക്കൊരു മെഡിസിനും യൂസ് ചെയ്യാൻ കൊടുത്തായിരുന്നു. ശരീരത്തിന്റെ നീര് പുറത്തേക്ക് പോകുന്ന ഒരു കഷായവും നമ്മൾ കൊടുത്തിട്ടാണ് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം തന്നെ ഒരു പ്രത്യേക എണ്ണ ശരീരത്തിലൊരു കളരി ഞരമ്പറ മൂക്കൂട്ട് എന്ന് പറഞ്ഞൊരു മൂക്കൂട്ട് ഉണ്ടാക്കിയാണ് ശരീരത്തിന് തിളവാൻ എടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 7 ദിവസത്തെ ട്രീറ്റ്മെന്റിൽ പുള്ളിക്ക് ആശ്വാസമായി കഴിഞ്ഞു. ഇപ്പോൾ ആ തലകറക്കം 3 ദിവസം കൊണ്ട് തന്നെ തലകറക്കം സ്റ്റോപ്പായി. ഇപ്പോൾ നട്ടലൊക്കെ സ്റ്റഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു 2-3 ദിവസം കൊണ്ട് ബാലൻസ് പ്രശ്നങ്ങൾ മാറുകയും ചെയ്യുന്നു. 12 ദിവസത്തെ ട്രീറ്റ്മെന്റാണ് ഇയാൾക്ക് പറഞ്ഞത്. ഇപ്പോൾ 7 ദിവസമായപ്പോൾ ഒരു 5 ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് പൂർണ്ണമായിട്ട് പുള്ളിക്ക് ഭേദമാവും. അപ്പോൾ പുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അത് പുള്ളിയോട് തന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പൊ എങ്ങനെയുണ്ട്?
വന്നതിനനുസരിച്ച് എങ്ങനെയുണ്ട്? വന്നതിനനുസരിച്ച് നല്ല മാറ്റമുണ്ട്. വന്നപ്പോൾ ഒട്ടും തീരെ വയ്യാത്തൊരു സ്ഥിതിയായിരുന്നു. പിന്നെ എനിക്ക് നിൽക്കുമ്പോൾ തന്നെ തലയിറങ്ങി വീഴാൻ പോകുന്ന പോലെ ഒരു ഫീലും. പിന്നെ അപകടം പറ്റിയാണ് 2 പ്രാവശ്യം ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം ആക്സിഡന്റ് പറ്റിയിട്ടും ഞാനത് വകവെക്കാണ്ട് ഞാനൊരു പ്രോ റെസ്ലറിങ് ആയിരുന്നു. ഞാൻ റെസ്ലിങ്ങിന് പോയി. പിന്നെയും ഞാൻ പ്രാക്ടീസ് ചെയ്തതിന്റെ പേരിലായിരുന്നു എനിക്ക് ഇത്രയും നീര് വന്നത്. അതുപോലെ ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ കാരണം ഞാൻ അപ്പോഴൊന്നും എൻ്റെ ശരീരം സംബന്ധിക്കാത്ത രീതിയിലുള്ള ചികിത്സയൊന്നും എടുക്കാതെ ഞാൻ ജോലിക്ക് തന്നെ പൊക്കിക്കൊണ്ടിരുന്നതുകൊണ്ടാവാം ഇത്രയും ഇതായത്. ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പുള്ളി അൻവറാക്കാരടുത്ത് ഞാൻ വന്നതും ചികിത്സ ആരംഭിച്ചതും. ഒരു 7 ദിവസമായി. 7 ദിവസം വന്നതിനേക്കാൾ ഏറ്റവും നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ട്. വെയിറ്റും കുറഞ്ഞു. നല്ല മാറ്റമുണ്ട്. കിടന്ന എണീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഇവിടെ വന്നത്. ഒരുപാട് ഞാൻ ഒരുപാട് എണീക്കാൻ പറ്റാതെ വന്നവരേക്കാ അല്ലെ? അതെ. ഒത്തിരി പേര് ആൾക്കാർ ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെ കാലും നട്ടല് സംബന്ധമായ രോഗങ്ങൾക്ക് ഒക്കെ നമ്മുടെ അടുത്തേക്ക് എത്തുന്നു. അതേപോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയുണ്ട് ഇവിടെ. അതേപോലെ പ്രമേഹം ബാധിച്ച ആൾക്കാർക്ക് നമ്മൾ പ്രത്യേക ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കുന്നു. അക്യുപഞ്ചർ വഴി പ്രമേഹം 300-400 നിൽക്കുന്ന ആൾക്കാരെ പ്രമേഹം കുറച്ചു കൊണ്ടുവരികയും അതുവഴി അത് കഴിഞ്ഞൊരു 1-1.5 വർഷം നമ്മൾ പറയുന്ന സൈക്ലിങ്ങിൽ അവർ പോവുകയാണെങ്കിൽ അവർക്ക് പ്രമേഹം വളരെയധികം ഉത്തമമായി മാറ്റം വന്ന് നോർമൽ ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു കൊടുക്കുന്നുണ്ട്. കളരിയും ട്രീറ്റ്മെന്റ് ഒക്കെ പഠിപ്പിക്കുന്ന ഗുരുക്കളാണ്. ഒരു അച്ഛനാണ് ജോസ് ഗുരുക്കൾ എന്ന് പറയും. പൂവത്തൂരുള്ള ആളാണ്. പുള്ളി ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാനാണ്. പുള്ളിയുടെ സഹായത്തോടെ ട്രീറ്റ്മെന്റ്. പുള്ളിയുടെ കെയറോഫിൽ തന്നെ 1-2 ആൾക്കാർ നമ്മുടെ ട്രീറ്റ്മെന്റിനോട് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ പുള്ളി തന്നെ പറയും. എന്റെ പേര് ജോസ് എന്നാണ്. അറിയപ്പെടുന്നത് ജോസ് ഗുരുക്കൾ എന്നാണ്. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പാണ് അൻവറും എന്ന നല്ല ട്രീറ്റ്മെന്റായി മാറിയിരിക്കുന്ന അൻവർ ഗുരുക്കൾ. അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ എന്ന് തന്നെ പറയാം. അപ്പോൾ 15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് കളരിയുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ടു. ഒത്തിരി നാളുകൾ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ 15 വർഷങ്ങൾക്ക് ശേഷം ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഞങ്ങൾക്ക് കാണുവാനും പരിചയപ്പെടുവാനും സാധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം ശരിക്കും ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഴയ ഗുരുക്കന്മാരെ തേടി പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഹീലിംഗ് സിസ്റ്റത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഈ ചെറുപ്പകാലത്തിൽ ഒത്തിരി ഗുരുക്കന്മാരെ പോയി കണ്ട് വില കൊടുത്ത് തന്റെ ശരീരവും മനസ്സും കൊടുത്ത് കളരി മർമ്മ ചികിത്സയുടെ ശരിക്കുമുള്ള തലത്തിലേക്ക് ഇദ്ദേഹം വന്നിരിക്കുന്നു. അതിന് എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഞാനൊരു പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുവന്നു. കാരണം അദ്ദേഹം 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു. അദ്ദേഹം വിദേശത്തായിരുന്നു, ബഹ്റൈനിലായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജോബിൻ എന്നാണ്. അപ്പോൾ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട് അകത്തൊരു മുഴ പോലെ അവസ്ഥയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ സർജറി അല്ലാതെ ഇതിനകത്ത് ഒരു മാർഗവും ഇല്ലെന്ന് പറഞ്ഞതാ. അദ്ദേഹം ആകപ്പാട് ടെൻഷൻ ആയിരുന്നു. മാനസികമായി വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു എന്നെ കാണാൻ വന്നത്. എന്നാൽ ഞാനൊക്കെ ചെയ്യുന്നത് നോർമൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞത് നോക്കാം. അങ്ങനെയാണ് നമ്മുടെ അൻവർ ഗുരുക്കളുമായി അദ്ദേഹത്തെ ബന്ധപ്പെടുത്തി കൊടുത്തു. ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ചേഞ്ച് സംഭവിച്ചു. ഞാൻ പറയട്ടെ, ഞങ്ങൾ പഴയ കളരി ഗുരുക്കന്മാരും ചികിത്സകരുമായിരുന്നു. എന്നാൽ ഞങ്ങൾ ആർക്കും ഒന്നും വിട്ടുകൊടുക്കുന്നവരല്ല. എന്നാൽ ഇദ്ദേഹം തേടി ആ അറിവ് ഒറ്റ ദിവസം കൊണ്ട് ഡോക്ടർമാർ സർജറി വേണമെന്ന് പറഞ്ഞ വ്യക്തി 1 സ്റ്റെപ്പ് നടന്നാൽ കുഴഞ്ഞു വീഴുന്ന ആ വ്യക്തിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു ചേഞ്ച് ഉണ്ടായി. ഇന്ന് അദ്ദേഹം സ്വന്തമായിട്ട് വാഹനം ഓടിച്ച് വരുന്നു. അദ്ദേഹം ഈ വരുന്ന 10-ാം തീയതിക്കകത്ത് തിരിച്ച് ബഹ്റിനിലേക്ക് അദ്ദേഹം ജോലിക്ക് പോകാനും ഒരുങ്ങുന്നു. അപ്പൊ അത്രമാത്രം പഴയ കാലങ്ങളിൽ മഹർഷിവര്യന്മാരിൽ ഉണ്ടായിരുന്ന അതേ സിദ്ധി ഈ കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാരനായ കളരി ഗുരുക്കളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്ന ഇദ്ദേഹത്തിലൂടെ ഇപ്പോ എന്റെ കൺമുന്നിൽ തന്നെ അനേകവർക്ക് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ ശരിക്കും എന്നെ അതിശയിപ്പിച്ചത് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുമ്പോൾ വലിയൊരു എമൗണ്ട് പറഞ്ഞാൽ എടുക്കുന്നത് ഒന്നുമില്ലാതെ വളരെ ആൾക്കാർക്ക് ആശ്വാസകരമായി മെഡിറ്റേഷൻ ഒക്കെ കൊടുത്ത വലിയ ആശ്വാസമായി തീരുന്ന ഒരു വലിയൊരു ട്രീറ്റ്മെന്റായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് പറഞ്ഞ MMA ഫൈറ്റർ അദ്ദേഹം വരുന്ന സമയത്ത് ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഈ സ്പൈനൽ കോഡ് നട്ടൽ ആരംഭിക്കുന്നിടത്ത് ഇതുപോലൊരു മുഴ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിരുന്നു. ഫോട്ടോയിൽ കാണിച്ചു തരും. എന്നാൽ 7 ദിവസം കൊണ്ട് ആ നട്ടലിന്റെ ലയൻ കാണിക്കുവാൻ സാധിച്ച അദ്ദേഹത്തിന് ആശ്വാസം ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാം, നിങ്ങളും ഒരു വിഷയത്തിലാണോ ഇതുപോലെ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്ത് നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെടുത്തി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തി നിരാശപ്പെട്ടിരിക്കുന്നു എങ്കിൽ എനിക്ക് ഒന്ന് നിങ്ങളോട് പറയുവാൻ സാധിക്കും, ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ നിങ്ങൾക്കും ഒരു സൗഖ്യമുണ്ട്. അത് വളരെ ലഘുവായ സാമ്പത്തികത്തിലൂടെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് സെന്റർ നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിന്റെ നെറുകയിൽ ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം, ആശ്വാസം പ്രാപിക്കാൻ കടന്നു പോകാം. നമ്മളിവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഒരു 5-6ഓളം രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ മർമ്മ തെറാപ്പി എന്ന് പറഞ്ഞ മർമ്മ മരുത്വം എന്ന ഒരു ട്രീറ്റ്മെന്റ് സിസ്റ്റമാണ് ഒന്നാമതായി നമ്മൾ ചെയ്യുന്നത്. മർമ്മം, അതായത് ശരീരത്തിലുള്ള മർമ്മങ്ങൾക്ക് ഉത്തേജനം നൽകിക്കൊണ്ട് അതിന്റെ പ്രഷർ പോയിന്റുകൾക്ക് പ്രഷർ നൽകിക്കൊണ്ട് എവിടെയാണോ എനർജി ഇല്ലാത്ത ഭാഗത്തേക്ക് എനർജിയെ കൊണ്ടുവന്ന് ഹീൽ ചെയ്തുകൊണ്ട് മാറ്റുന്ന ഒരു സിസ്റ്റം മർമ്മ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റവും. പിന്നെ രണ്ടാമത് നമ്മുടെ മർമ്മ തെറാപ്പിയിലൂടെ തന്നെ വരുന്ന ഞരമ്പറ ഒഴിച്ചിൽ, സർവാംഗ ഒഴിച്ചിൽ,
അതേപോലെ കളരി ഒഴിച്ചിൽ, ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളും ഇതിനകത്ത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അക്യുപഞ്ചർ സിസ്റ്റം നമ്മുടെ ഈ മർമ്മ മരുത്തുമായി ഏതാണ്ട് സാമ്യമുള്ള ഒരു ഹീലിംഗ് സിസ്റ്റമാണ്. അത് അക്യുപഞ്ചർ ഹീലിംഗ് സിസ്റ്റമാണ് നമ്മൾ ഇവിടെ കൂടുതലായി ഉപയോഗിക്കുന്നത്. അത് 2 തരത്തിലുള്ള അക്യുപഞ്ചർ സിസ്റ്റത്തെയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് മൾട്ടി നീഡിലിംഗ് സിസ്റ്റവും പിന്നെ മാസ്റ്റർ തും എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം. ഈ 2 നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഹിജാമ ശരീരത്തിനകത്തുള്ള ബ്ലഡിന്റെ സർക്കുലേഷൻ കുറയുന്ന മുറയ്ക്ക് ശരീരത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ മാറ്റുന്ന ആ അശുദ്ധമായ ബ്ലഡിനെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ആ ഹിജാമ സിസ്റ്റവും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഈ സിസ്റ്റങ്ങളാണ് കൂടുതലായി നമുക്കിവിടെ വരുന്ന പേഷ്യൻസിന് നൽകുന്നത്. പിന്നെ നമ്മുടെ പ്രാണ ഹീലിംഗ് എന്ന് പറഞ്ഞ ഒരു ഹീലിംഗ് സിസ്റ്റത്തെയും നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ശുദ്ധ വഴിയിലുള്ള ഒരു ഹീലിംഗ് സിസ്റ്റം, ശരീരത്തിലേക്ക് പ്രാണ എനർജി കൊടുത്തുകൊണ്ട് ശരീരത്തിൽ കൂടുതൽ മർമ്മഭാഗങ്ങൾക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് സൗഖ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റത്തെയും ഫോളോ ചെയ്യുന്നത്. പിന്നെ കൗൺസിലിംഗ് ആണ് കൂടുതലായി കൊടുക്കുന്നത്. അതായത് രോഗിക്ക് ചെറിയ പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു കാരണം മാനസികപരമായ ഒരു തളരുമ്പോഴാണ് ശരീരത്തിലെ പ്രതിരോധ ശക്തി കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അവരെ മാനസികപരമായ രീതിയിലുള്ള കൗൺസിലിംഗ് നൽകിക്കൊണ്ട് ആ കൗൺസിലിങ്ങിലൂടെ അവരെ മാറ്റം വരുത്തിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത്. പിന്നെ സിദ്ധ വഴിയിലുള്ള പാരമ്പര്യമായി നമ്മൾ പഠിച്ചു വന്ന ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചു വരുന്ന ചില മെഡിസിൻസുകൾ യൂസ് ചെയ്യാൻ കൊടുക്കുകയും അതിലൂടെയും ചില രീതിയിൽ വളരെ റയറായ കാര്യങ്ങൾക്കാണ് മെഡിസിൻസ് കൊടുക്കുന്നത്. കഷായങ്ങളാണ് കൂടുതൽ കൊടുത്ത് വരുന്നത്. ചില പച്ചില മരുന്നുകൾ കഷായങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ കുറവാണ്, കുറച്ചിട്ട് ചെയ്യാറുള്ളൂ. കൂടുതലും നമ്മൾ ഈ മർമ്മ തെറാപ്പിയിലൂടെയും ഒഴിച്ചിലൂടെയും ഇതേപോലെ ഹിജാമ അക്യുപഞ്ചറിലൂടെയൊക്കെയാണ് മാറ്റം വരുത്തി കൊടുക്കുന്നത്. ഒരുപാട് പേഷ്യൻസ് ഇവിടെ വരാറുണ്ട്. ഡെയിലി 10 പേരെങ്കിലും മിനിമം ഇവിടെ എത്താറുണ്ട്. അവരൊക്കെ ഇതുവരെയും ഉള്ള ആൾക്കാർ ഒരു 99% ആൾക്കാർക്കും ഭേദം വന്ന് പോയിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുള്ള കഴിയുന്ന ട്രീറ്റ്മെന്റ് ആണ് എടുക്കാറുള്ളൂ, കഴിയാത്ത ട്രീറ്റ്മെന്റ് എടുക്കാറില്ല. അത് ഹോസ്പിറ്റലിലോ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരെ റെഫർ ചെയ്ത് വിടുകയാണ്. അതേപോലെ പാരാലിസിസ് അടിച്ച് സൈഡ് തളർന്നൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് അവരെ പഴയ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്ത് പോകുന്നു. അതിൽ ഒത്തിരി ആൾക്കാർക്ക് കൊടുത്ത നമ്മൾ ചെയ്തിട്ട് മാറ്റം വന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ പരിസരത്ത് തന്നെയുണ്ട്. എടുത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പ്രതിസന്ധി അനുഭവിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഭീമാവള്ളിയിലാണ് ഈ സ്ഥാപനം ഉള്ളത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും പ്രശ്നമുള്ളവർ നമ്മുടെ അടുത്തേക്ക് വരിക, അതിനുള്ള വന്ന് അത് നമ്മളെ മനസ്സിലാക്കുകയും അറിയുകയും നമ്മളെ അനുഗ്രഹിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്നാണ് പറയാനുള്ളത്.